Hi my dear students, Lakshmi Mazana. Welcome to Egan Learning. നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് ബേസിക് സയൻസിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് USS നേടിയെടുക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം അല്ലേ? ഓൺലി ത്രൂ പ്രാക്ടീസ് വി വിൽ ബി ഏബിൾ ടു ക്രാക്ക് USS. നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം USS കിട്ടണമെന്നാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മാക്സിമം ക്വസ്റ്റ്യൻസ് അല്ലേ, നമ്മൾ എക്സാം ഹാളിൽ ചെല്ലുന്ന സമയത്ത് കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് മനസ്സിലാവണം. ടൈം മാനേജ്മെന്റ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ? നമ്മുടെ എക്സാം ടൈമിൻ്റെ ഉള്ളിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് കവർ ചെയ്യണം. അതുപോലെ തന്നെ തെറ്റാതെ നമുക്ക് ആൻസർ മാർക്ക് ചെയ്യാൻ സാധിക്കണം. ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം അല്ലേ? ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമ്മൾ എന്ത് ചെയ്യണം? ഒരുപാട് ഡിസ്കസ് ചെയ്യണം. നമ്മുടെ ഏകൻ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്കറിയാം ലൈവ് ക്ലാസ്സുകളായിട്ടും കോണ്ടന്റ് വീഡിയോസ് ആയിട്ടും നമ്മൾ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്? കോണ്ടന്റുകളും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കണ്ട് സെറ്റായി കഴിഞ്ഞാൽ 100% ഉറപ്പാണ് USS വിത്ത് ഫുൾ കോൺഫിഡൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രാക്ക് ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാം? ബേസിക് സയൻസിലെ ക്വസ്റ്റ്യനിലേക്ക് വേഗം പോവാം അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് ദ കറക്റ്റ് പെയർ? ശരിയായ ജോഡിയെ കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: ഓപ്ഷൻ എ എന്ന് പറയുന്നത് വൈറ്റമിൻ സി റിക്കറ്റ്സ് അഥവാ കണയാണ്, വൈറ്റമിൻ ഡി നൈറ്റ് ബ്ലൈൻഡ്നെസ്, വൈറ്റമിൻ എ സ്കർവി, വൈറ്റമിൻ ബി മൗത്ത് സോർ അഥവാ വായ്പുണ്ണ്. ശ്രദ്ധിക്കണം, നിങ്ങൾ ആദ്യം വായിക്കുമ്പോൾ അത് തെറ്റാണ്. യെസ്, വൈറ്റമിൻ സി റിക്കറ്റ്സ് അല്ല, വൈറ്റമിൻ ഡി ആണ് റിക്കറ്റ്സ്. ഇതാണ് ഓപ്ഷൻ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യരുത്. ചോദിച്ചിരിക്കുന്നത് പെയർ, വിച്ച് പെയർ? കറക്റ്റ് പെയർ, ശരിയായ പെയർ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ നമുക്കറിയാം ശരിയായ പെയർ എന്ന് പറയുന്നത് ആരാണ്? ഓപ്ഷൻ ബി ആണ് അല്ലേ? ഓപ്ഷൻ ബി കാരണം അല്ലെങ്കിൽ ഡെഫിഷ്യൻസി ഓഫ് ഓപ്ഷൻ ബി കാരണം ഉണ്ടാവുന്നതാണ് മൗത്ത് സോർ അഥവാ വായ്പുണ്ണ് എന്ന് പറയുന്ന അസുഖം. ഈ ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് വൈറ്റമിൻസിൻ്റെത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിളായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? യെസ്, ന്യൂട്രിയൻസ് തന്നിട്ടുണ്ട്, അത് ഡെഫിഷ്യൻസി ഡിസീസസ് അല്ലേ, അത് കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അസുഖങ്ങൾ തന്നിട്ടുണ്ട്, അതിൻ്റെ സിംറ്റംസ് ലക്ഷണങ്ങളും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചിട്ട് മാത്രമേ എക്സാം ഹാളിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. വൈറ്റമിൻ എ എന്ന് പറയുന്നത് നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ്. എന്താണ്? മങ്ങിയ പ്രകാശത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ കാണാൻ കഴിയില്ല എന്നുള്ളൊരു പ്രശ്നമാണ്. വൈറ്റമിൻ ബി ആണ് മൗത്ത് സോർ ആണല്ലേ? മൗത്ത് സോർ എന്ന് പറഞ്ഞാൽ വായ്പുണ്ണ്. വായിൽ എന്താണ്? വ്രണങ്ങളൊക്കെ സംഭവിക്കുക, വ്രണങ്ങളൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? വൈറ്റമിൻ ബി കുറയുന്നത് കൊണ്ടാണ്. വൈറ്റമിൻ സി എന്ന് പറയുന്നത് സ്കർവി ആണ്. സ്കർവിന്റെ പ്രത്യേകത എന്താണ്? മോണയിൽ പഴുപ്പും അതുപോലെ തന്നെ രക്തസ്രാവവും അല്ലെ, ഗംസിൽ പസ് ആൻഡ് ബ്ലീഡിങ് വരികയാണ്. ഗംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പല്ലുള്ള ഗംസ് ഇല്ലേ? യെസ്, അതിനെയാണ് ഗം എന്ന് പറയുന്നത്, മോണ എന്ന് പറയുന്നത്. ഇനി എന്താണ്? വൈറ്റമിൻ ഡി ആണെങ്കിൽ നമുക്കറിയാം എല്ലായിട്ട് റിലേറ്റഡ് ആണല്ലേ? റിക്കറ്റ്സ് അഥവാ കണയാണ്, നമ്മുടെ കാലിൻ്റെ അല്ലെങ്കിൽ എല്ലുകളൊക്കെ ഇനി വളഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? ഇനി അടുത്തത് എന്താണ്? അയേണിന്റെ ഡെഫിഷ്യൻസി ആണെങ്കിൽ നമുക്ക് വരുന്ന അസുഖമാണ് അനീമിയ അല്ലെ? അനീമിയയുടെ പ്രത്യേകത എന്താണ്? രക്തക്കുറവ്, അതുപോലെ തന്നെ പെയിൽനെസ് എന്ന് പറഞ്ഞാൽ വിളർച്ചയാണ് കേട്ടോ. ഇനി അയോഡിൻ കുറവാണെങ്കിൽ നമുക്ക് എന്താണ് വരുന്നത്? ഗോയിറ്റർ പോലത്തെ അസുഖമാണ്. ഗോയിറ്ററിന്റെ പ്രത്യേകത എന്താണ്? തൊണ്ടയുടെ ഇവിടെ നമുക്ക് യെസ്, തൊണ്ടയിൽ മുഴ വരിക അല്ലെ? സ്വെല്ലിംഗ് ഇൻ ദ ത്രോട്ട്, ഇവിടെ ഇങ്ങനെ താന്ന് ഒരു മുഴ പോലെ വരുന്നുണ്ട്. സോ ഈ ഒരു ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടോപ്പിക് കവർ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? എക്സാം ഹാളിലേക്ക് നമ്മൾ പോകാൻ പാടത്തുള്ളൂ. ഇനി രണ്ടാമത്തെ ചോദ്യവും ഇതേപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്താ പറയുക, ഒരു ടേബിൾ ആയിട്ട് തന്നിട്ടുള്ളൊരു ഭാഗത്തിൽ നിന്ന് ചോദിച്ച ചോദ്യമാണ്. എന്താണ്? This symbol is used in electrical circuit diagram. What does this symbol represent? ഈ തന്നിരിക്കുന്ന സിംബൽ, ചിഹ്നം എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? സ്വിച്ച് ഓഫ് ആണോ, സ്വിച്ച് ഓൺ ആണോ, ഫ്യൂസ് ആണോ, ബസർ ആണോ? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ യെസ് ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത്, ഒരു സർക്യൂട്ട് വരയ്ക്കുന്ന സമയത്ത് ഈ രണ്ട് ലൈൻ ടച്ച് ചെയ്താൽ അത് സ്വിച്ച് ഓണും, ടച്ച് ചെയ്തില്ലെങ്കിൽ അതെന്താണ്? സ്വിച്ച് ഓഫുമാണ് അല്ലേ? അപ്പോൾ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ ഇതാണ്, ഓപ്ഷൻ എ ആണ്. ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ടേബിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ പല സിമ്പിൾസും തന്നിട്ടുണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നിരിക്കുന്നത് ഇലക്ട്രിക്കൽ സെല്ലാണെങ്കിൽ ശ്രദ്ധിക്കണേ, സെല്ലാണെങ്കിൽ നമുക്ക് എന്താണ്? സിംഗിൾ അല്ലെ? സിംഗിൾ ആയിട്ടാണ് നമ്മൾ വരയ്ക്കാം. നമുക്കൊരു പോസിറ്റീവ് ടെർമിനലും ഉണ്ട്, ഒരു നെഗറ്റീവ് ടെർമിനലും ഉണ്ട്. നേരെ മറിച്ച് ബാറ്ററി ആണെങ്കിലോ രണ്ടിൽ കൂടുതലോ നമുക്ക് വരയ്ക്കാൻ സാധിക്കും അല്ലേ? 2-3 സെല്ലുകൾ കൂട്ടി വെച്ചാലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ബാറ്ററി ലഭിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ വരയ്ക്കാം? 2ആയിട്ടും വരയ്ക്കാം, 3ആയിട്ടും വരയ്ക്കാം. ബൾബ് നമുക്കറിയാം, ബൾബിനെ റെപ്രസെന്റ് ചെയ്യുന്നത് യെസ് ഇതുപോലെ ആയിട്ടൊരു വട്ടത്തിലാണ് അല്ലേ? ബൾബ് ഗ്ലോ ചെയ്യുന്നു എന്ന് കാണിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ മുകളിൽ ജസ്റ്റ്
ജസ്റ്റ് ഒന്ന് ഗ്ലോവിങ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതെന്താണ്? ബൾബ് കത്താത്ത ബൾബാണ്, ഇത് കത്തുന്ന ബൾബാണ്. ഇനി സ്വിച്ച് ഓൺ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ട് ടെർമിനൽസും കോൺടാക്റ്റിൽ വരുത്തുന്നു അല്ലേ? സ്വിച്ച് ഓഫ് ആണെങ്കിൽ രണ്ട് ടെർമിനൽസും എന്താണ്? കോൺടാക്റ്റ് ഉണ്ടാവില്ല, അവർ തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ടാവും. നോക്കിക്കേ, സ്വിച്ച് ഓൺ, സ്വിച്ച് ഓഫ്. ഇനി ബസർ ആണെങ്കിൽ യെസ്, നമ്മൾ ഡി തിരിച്ചിട്ടിട്ട് രണ്ട് വര വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ബസർ കിട്ടി. ഫ്യൂസ് ആണെങ്കിൽ എസ് ചെരിച്ചെഴുതിയ പോലെയാണ് നമ്മൾ ഫ്യൂസ് മാർക്ക് ചെയ്യുന്നത്. ഇനി കണ്ടക്ടിങ് വയർ ആണെങ്കിൽ സിംഗിൾ ലൈൻ ആയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇതെല്ലാം എന്താണ്? ഇലക്ട്രിക്കൽ സർക്യൂട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത ആളുകളാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Haven't you ever seen laborers using plastic pipe filled with water when constructing buildings? What characteristic of water is being used here? കെട്ടിട നിർമ്മാണം പോലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവർ പ്ലാസ്റ്റിക് പൈപ്പിൽ വെള്ളം നിറച്ച് പിടിച്ചു നോക്കുന്നത് കണ്ടിട്ടില്ല. ഇതാ ഇതേപോലെ ഇങ്ങനെ പൈപ്പിനകത്ത് വെള്ളം നിറച്ചിട്ട് ഇങ്ങനെ പിടിച്ചു നോക്കൂ അല്ലേ? അവർ എന്തിനാണ് അത് പിടിച്ചു നോക്കുന്നത്? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. വാട്ടർ എക്സിസ്റ്റ് ഇൻ ഓൾ 3 സ്റ്റേറ്റ്സ്. ജലം 3 അവസ്ഥകളിലും സ്ഥിതി ചെയ്യുന്നു, അതുകൊണ്ടാണോ? അല്ല. ഇനി വാട്ടർ നീഡ് സ്പേസ് ടു ഓക്കുപ്പൈ. ജലത്തിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ടെന്ന് തെളിയിക്കാനാണോ? അല്ല. വാട്ടർ മെയിൻറ്റെയിൻസ് ഇറ്റ്സ് ലെവൽ. അല്ലെ, ജലം എന്താണ്? വിധാനം പാലിക്കുന്നു. നമുക്കറിയാം മെയിൻറ്റെയിൻസ് ദ ലെവൽ. അപ്പൊ നമ്മളുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. കാരണം നമ്മൾ ഉണ്ടാക്കിയ പ്ലാറ്റ്ഫോം കറക്റ്റ് ആണോ, ആ ലെവല് കറക്റ്റ് ആണോ എന്ന് അറിയാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതേപോലെ ഒരു പൈപ്പിൽ വെള്ളം നിറച്ച് നമ്മൾ പിടിക്കുമ്പോൾ ലെവൽ കറക്റ്റ് ആണെങ്കിൽ വാട്ടർ എന്ത് ചെയ്യുന്നു? ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്നു അല്ലേ? നെക്സ്റ്റ് വൺ, ഫ്ലോയിങ് വാട്ടർ ഹാസ് പവർ. ഒഴുകുന്ന ജലത്തിന് ശക്തിയുണ്ട്. അത് തെളിയിക്കാനല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതുപോലത്തെ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ നമ്മുടെ മക്കൾക്ക്? വാട്ടർ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അകത്ത് നമ്മൾ വാട്ടറിന്റെ ഒരുപാട് പ്രോപ്പർട്ടീസ് നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ? ഇനി അടുത്ത ചോദ്യമാണ്, ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. ഫിനോഫ്തലീൻ, ടർമറിക്, ഹിബിസ്കസ് ആൻഡ് ക്ലിട്ടോറിയ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫിനോഫ്തലീൻ എന്ന് പറയുന്നത് എന്താണ്? യെസ്, എന്താണ്? നമ്മളുടെ സിന്തറ്റിക് ഇൻഡിക്കേറ്റർ ആണ്. നമ്മൾക്ക് പറയാം, നമ്മൾ മനുഷ്യരാൽ നിർമ്മിച്ച ഇൻഡിക്കേറ്റർ ആണ്, സൂചകമാണ് അല്ലേ? നേരെ മറിച്ച് ടർമറിക് ആവട്ടെ, ഹിബിസ്കസ് ആവട്ടെ, ഇനി ക്ലിട്ടോറിയ ആവട്ടെ, ഇത് മൂന്നും എന്താണ്? ഇവർ 3 പേരുടെയും പ്രത്യേകത എന്ന് പറയുന്നത് ദേ ആർ നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ്, പ്രകൃതിദത്ത സൂചകങ്ങളാണ് കേട്ടോ. അപ്പൊ ഫിനോഫ്തലാണ് ഇവിടെ ആൻസർ വരുന്നത്, ഓഡ് വൺ ഔട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം എന്താണ്? ഇൻ എ സോൾട്ട് സൊല്യൂഷൻ സോൾട്ട് ഇസ് ഡാഷ്. ഒരു ഉപ്പ് ലായനിയിൽ ഉപ്പ് എന്ന് പറയുന്നത് സൊല്യൂട്ട് ആണോ, സോൾവെന്റ് ആണോ, സൊല്യൂഷൻ ആണോ, നൺ ഓഫ് ദീസ് ആണോ? ഇവിടെ കൺഫ്യൂഷൻ വരുന്നത് ആദ്യത്തെ 2 ഓപ്ഷനിലായിരിക്കും. സൊല്യൂട്ട് ആണോ, സോൾവെന്റ് ആണോ? എന്നാൽ സംശയം വേണ്ട, സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ എടുക്കുന്ന ആളാണ്. സോൾട്ട് സൊല്യൂഷനിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ എടുക്കുന്നത് ആരാണ്? ഉപ്പാണ്. അപ്പോൾ ഉപ്പിന് നമുക്ക് എന്ത് പറയാം? യെസ്, സൊല്യൂട്ട് എന്ന് പറയാം, ലീനം എന്ന് പറയാം. സോൾവെന്റ് എന്ന് പറയുന്നത് എന്താണ്? വെള്ളമാണ് അല്ലേ? ലാർജ് ക്വാണ്ടിറ്റിയിൽ എടുക്കുന്നത് ഏതാണോ അതിനെയാണ് നമ്മൾ സോൾവെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ സോൾവെന്റ് എന്താണ്? വെള്ളമാണ്. വെള്ളത്തിനൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. ഇറ്റ് ഇസ് നോൺ ആസ് യൂണിവേഴ്സൽ സോൾവെന്റ്. യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് വിളിക്കാൻ കാരണം മെജോറിറ്റി ഓഫ് സബ്സ്റ്റൻസുകളും വെള്ളത്തിൻ്റെ അകത്ത് ഡിസോൾവ് ചെയ്യുന്നത് കൊണ്ടാണ്. ഇവിടെ നമുക്ക് എക്സ്ട്രാ ഒരു ചോദ്യം കൂടി കിട്ടി കേട്ടോ. ഇനി നമ്മുടെ പിക്ചറൈസേഷനിലേക്കാണ്. ഉപ്പുവെള്ളം ഉണ്ടാക്കാൻ ഉപ്പ് വെള്ളത്തിൽ ലയിക്കുന്നു, നന്നായിട്ട് മിക്സ് ചെയ്യുന്നു, നമുക്ക് എന്ത് കിട്ടി? സൊല്യൂഷൻ കിട്ടി അല്ലേ? ഇവിടെ എല്ലാ ഭാഗത്തും പ്രോപ്പർട്ടീസ് ഒരുപോലെയല്ലേ? ഉപ്പുവെള്ളം എല്ലാ ഭാഗത്തും ഉപ്പ് രുചി തന്നെയല്ലേ? അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറയുന്നത്. എല്ലാ ഭാഗത്തും സവിശേഷതകൾ ഒരുപോലെയാണ്. ഏകാത്മക മിശ്രിതം എന്ന് മലയാളത്തിൽ പറയും കേട്ടോ. നേരെ മറിച്ച് ഞാൻ കുറച്ച് ഉപ്പെടുത്ത് വെള്ളത്തിനകത്ത് മിക്സ് ചെയ്തു, എല്ലാ ഭാഗത്തും പ്രോപ്പർട്ടീസ് ഒരുപോലെ ആയിരിക്കും? അല്ല. ആ ബീക്കറിന്റെ താഴെയാണ് എന്ത് ചെയ്യുന്നത്? മണ്ണെല്ലാം അടിഞ്ഞുകൂടുന്നത്. വെയിറ്റ് കുറഞ്ഞ പാർട്ടിക്കിൾസ് വെള്ളത്തിന്റെ മുകളിൽ ഉണ്ടാവും അല്ലേ? ഇനി അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് എന്ത് കാണാം? ചളിയുടെ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ മഡി പാർട്ടിക്കിൾസ് നമുക്ക് കാണാൻ പറ്റും. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് ആൻ ഹെട്രോജീനിയസ് മിക്സ്ചർ. ഭിന്നാത്മക മിശ്രിതമാണ്. ഭിന്നാത്മക മിശ്രിതം അഥവാ ഹെട്രോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? പല ഭാഗത്തും പല പ്രോപ്പർട്ടിയാണ് കാണിക്കുന്നത് എന്നാണ് അർത്ഥം. സോൾട്ട് സൊല്യൂഷൻ എല്ലാ ഭാഗത്തും ഒരു പ്രോപ്പർട്ടി ആയതുകൊണ്ട് ഹോമോജീനിയസ് മിക്സ്ചർ ഏകാത്മക മിശ്രിതം എന്നും, സോൾട്ട് പ്ലസ് വാട്ടർ പല ഭാഗത്തും പല സ്വഭാവം കാണിക്കുന്നതുകൊണ്ട് പല പ്രോപ്പർട്ടി ആയതുകൊണ്ട് ഹെട്രോജീനിയസ് മിക്സ്ചർ അഥവാ ഭിന്നാത്മക മിശ്രിതം എന്നുമാണ് നമ്മൾ വിളിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, വിച്ച് ഗ്യാസ് കോസ് ഗ്ലോബൽ വാർമിംഗ്? എന്താണ്? ആഗോള താപനത്തിന് കാരണമാകുന്ന വാതകം ഏതാണ്? CO2 കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ്, H2 ഹൈഡ്രജൻ ഗ്യാസ്, N2 നൈട്രജൻ ഗ്യാസ്, Ne നിയോൺ. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ നമുക്ക് വരുന്നത് ഓപ്ഷൻ എ ആണ്, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ്. നമ്മുടെ ഫാക്ടറിയിൽ നിന്ന് വരുന്ന പുക, അതുപോലെ തന്നെ വണ്ടിയിൽ നിന്ന് വരുന്ന പുകേൻ്റെ അകത്തൊക്കെ എന്തുണ്ട്? ഈ പറഞ്ഞ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഉണ്ട്.
ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ് എന്തിനു സഹായിക്കുന്നത്? ഗ്ലോബൽ വാർമിംഗ് അല്ലെ, ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ. ഗ്രീൻ ഹൗസ് ഗ്യാസ് കൂടിക്കഴിഞ്ഞാലാണ് എന്ത് സംഭവിക്കുന്നത്? ഗ്ലോബൽ വാർമിംഗ് സംഭവിക്കുന്നത്. സോ ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ CO2 മാത്രമല്ല, നൈട്രജന്റെ ഓക്സൈഡുകൾ, മീത്തേന്, സൾഫറിന്റെ ഓക്സൈഡുകൾ, ഇതൊക്കെ എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന ഗ്ലോബൽ വാർമിംഗ് കോസ് ചെയ്യുന്ന ഗ്യാസുകളാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണേ. CO2 എന്ന് മാത്രം പഠിച്ചു വെക്കരുത്. അയാൾ മാത്രമല്ല, നമ്മൾ പറഞ്ഞ സൾഫർ ഡയോക്സൈഡ്, SO2 ആവട്ടെ, N2O ആവട്ടെ, മീത്തേൻ CH4 ആവട്ടെ, ഇതെല്ലാം എന്താണ്? നമ്മൾ പറഞ്ഞിരിക്കുന്ന നൈട്രജൻ ഓക്സൈഡ് ഒക്കെ എന്താണ്? നമ്മൾ പറഞ്ഞിരിക്കുന്ന ഗ്ലോബൽ വാർമിംഗ് കോസ് ചെയ്യുന്ന ഗ്യാസുകളാണ്. ഇവരെയൊക്കെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. സെറ്റ് ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് സബ്സ്റ്റൻസ് ഇസ് ഓൾസോ നോൺ ആസ് തുരിഷ്? ഏത് പദാർത്ഥമാണ് തുരിഷ് എന്ന പേരിൽ അറിയപ്പെടുന്നത്? കാൽഷ്യം കാർബണേറ്റ് ആണോ, കോപ്പർ സൾഫേറ്റ് ആണോ, പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ആണോ, അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ് ആണോ? തുരിഷ് മലയാളത്തിൽ നോക്കണേ, എന്താണ്? തുരിഷ് തന്നെയാണ് പറയുന്നത്. ഏത് പദാർത്ഥമാണ്? നമ്മുടെ കോപ്പർ സൾഫേറ്റ് ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. കോപ്പർ സൾഫേറ്റ് ഇസ് ദ റൈറ്റ് ആൻസർ, ഇസ് ദ കറക്റ്റ് ആൻസർ. മാറിപ്പോവരുത്. ഒരിക്കലും കാൽഷ്യം കാർബണേറ്റ് അല്ല, ഒരിക്കലും പൊട്ടാസ്യം പെർമാഗ്നേറ്റ് അല്ല, ഒരിക്കലും സോഡിയം ക്ലോറൈഡ് അല്ല. തുരിഷ് എന്ന് പറയുന്നത് കോപ്പർ സൾഫേറ്റ് ആണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം, ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. Dash is applied on the swollen part of a body where a wasp has stuck. എന്നാണ്. നമ്മുടെ കയ്യിൽ ഒരു കടന്നെല്ല് കുത്തി, ഭയങ്കര കടച്ചിലും ചൊറിച്ചിലായിരിക്കും അല്ലേ? അത് എന്തുകൊണ്ടാണ്? ഒരു ചെറിയ എമൗണ്ട് ഓഫ് ആസിഡ് നമ്മുടെ ശരീരത്തിലാവുന്നത് കൊണ്ടാണ്. അങ്ങനെയുള്ള ഭാഗത്ത് നമ്മൾ എന്ത് വസ്തുവാണ് തേക്കേണ്ടത്? ആ ഒരു എലർജി പോലത്തെ അസുഖം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ജ്യൂസ് ഓഫ് ലൈം, നാരങ്ങ നീരാണോ, ലൈം ചുണ്ണാമ്പാണോ, വെള്ളമാണോ, വിനാഗിരിയാണോ? ഇവിടെ ശ്രദ്ധിക്കുക, വെള്ളമല്ല, നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? ലൈം അഥവാ ചുണ്ണാമ്പാണ്. കാരണം നമ്മൾ പറഞ്ഞു ആസിഡ് അല്ലേടെ അവിടെ ഉള്ളത്. അപ്പോൾ അത് ഇല്ലാതെയാക്കാൻ നമുക്ക് ആരുടെ സഹായം വേണം? നമുക്ക് ഈ പറഞ്ഞ ആൽക്കലിയുടെ സഹായം വേണം. ആൽക്കലിയുടെ ഉദാഹരണം ഈ തന്ന 4 ഓപ്ഷൻസിൽ ഏതാണ്? ചുണ്ണാമ്പാണ്, ലൈമാണ്. അത് നമ്മൾ ഇച്ചിരി പിഞ്ചെടുത്തിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ സംഭവിക്കുന്നു അല്ലേ? ആസിഡും ആൽക്കലിയും കൂടിച്ചേരുകയാണ് ചെയ്യുന്നത്. അവിടെ ആസിഡിന്റെ ആ ഒരു വീര്യം നമുക്ക് ഇല്ലാതെയാക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങളെല്ലാം എൻ്റെ മക്കൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഈ ഒരു കോണ്ടന്റ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, സെറ്റാണ്, ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ നിങ്ങളുടെ വാല്യുബിൾ മെസ്സേജസ് നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ലൈവ് ക്ലാസ്സുകളും അതുപോലെ തന്നെ കോണ്ടന്റ് വീഡിയോസും നമുക്ക് കാണാം. Until then, bye bye from Sri Lakshmi. Bye.